BTS മാളിൽ പഠനോപകരണമേള. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ, കുടകൾ, നോട്ട്ബുക്ക്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, സ്റ്റേഷനറി സാധനങ്ങൾ, യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. BTS മാൾ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. കല്യാണമാണോ? ആഘോഷമാക്കണ്ടേ? ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം. ഡ്രസ്സിന് മാച്ച് ആവണം, മേക്കപ്പിന് ഇണങ്ങണം. ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ്. പാണ്ടിക്കാട് പറമ്പൻപൂളയിലെ റോഡിലെ മഴവെള്ളക്കെട്ട് മൂലമുണ്ടായ ദുരിതത്തിന് താൽക്കാലിക പരിഹാരം. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടലിലൂടെയാണ് താൽക്കാലിക പരിഹാരം ഒരുക്കിയത്. പാണ്ടിക്കാട് വള്ളുവങ്ങാട് പാലം കാളങ്കാവ് റോഡിലെ പറമ്പൻപൂളയിലാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മഴവെള്ളം കെട്ടിനിന്ന് കാൽനട വാഹനയാത്ര ദുരിതത്തിലായത്. തകർന്ന റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ഇരുചക്ര വാഹനം ഉൾപ്പെടെ കടന്നു പോകുന്നത് ഭീതിയോടെയായിരുന്നു. റോഡിലെ വെള്ളം ഒഴുകി പോകുന്നതിനായി ഇരുവശത്തും സൗകര്യമില്ലാത്തതിനാൽ സമീപത്തെ വീട്ടുകാരും വെള്ളക്കെട്ടിനാൽ ദുരിതത്തിലായി. ഇതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വരികയും വിഷയം ഏർനാട് മീഡിയ വിഷനിലൂടെ വാർത്തയാവുകയും ചെയ്തിരുന്നു. വെള്ളക്കെട്ട് മൂലമുണ്ടായ യാത്രാ ദുരിതം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വാർഡ് മെമ്പർ KP പ്രേമലതയുടെ നേതൃത്വത്തിൽ റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള താൽക്കാലിക പരിഹാരം ഒരുക്കിയത്. ഇതുവഴിയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ ഉടൻ പുനരാരംഭിക്കുമെന്നും അതോടെ റോഡരികിലെ ഓവുചാലുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമൊരുക്കുമെന്നും വാർഡ് മെമ്പർ പങ്കുവച്ചു. റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമൊരുക്കും മുമ്പ് തന്നെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും വാർഡ് മെമ്പർ KP പ്രേമലത പങ്കുവച്ചു. ഇവിടെ ചെറിയൊരു മഴ, ഇപ്പൊ ഇന്നലെയും മിനിഞ്ഞാന്നത്തെ മഴ കൊണ്ട് ഇവിടെ ആകെ വെള്ളം തടഞ്ഞു നിന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം അത് പ്രശ്നം പറഞ്ഞ് സംസാരിച്ച് തീർക്കാനുള്ളൊരു സമയം നമുക്ക് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ കൂടെ വേണം വെള്ളം നമുക്ക് തിരിച്ചു വിടണമെങ്കിൽ. ഇവിടെ ഓവുപാലത്തിൻ്റെ വർക്ക് നടന്നിട്ടില്ല, നടക്കാനിരിക്കുകയാണ്. ആ സമയത്താണ് ഈ വേനൽ മഴ പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ടാണ് നമുക്ക് ആ ഓവുപാലത്തിൻ്റെ പണി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. എന്തായാലും ഈ മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ ഓവുപാലത്തിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നതോടുകൂടി ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ പ്രയാസം നമുക്ക് എന്നേക്കുമായിട്ട് അവസാനിക്കുകയാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഇവിടെ ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ പോലും അത് രാഷ്ട്രീയമായി വൽക്കരിച്ചുകൊണ്ട് ഇവിടെ രാഷ്ട്രീയമായിട്ട് എത്രത്തോളം നമ്മളെ ഒരു UDFൻ്റെ മെമ്പറാണ് ഞാൻ, എത്രത്തോളം എന്നെ ഇതിൽ അവഹേളിക്കാൻ പറ്റുമോ അത്രത്തോളം അവഹേളിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള CPMൻ്റെ ഫുൾ നേതാക്കളും പ്രവർത്തകരും ഇവിടെ സജീവമായിട്ട് ഇന്നലെ വരെ അവരുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചു ഇവിടെ ഒരൊറ്റ കുട്ടികളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇവിടെ പ്രശ്നം പരിഹരിച്ചപ്പോൾ അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പോൾ ഇതുവരെ അവർ രാഷ്ട്രീയം കൊണ്ട് നടന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, ഈ പ്രദേശവാസികൾക്ക് മാത്രമാണ് ഈ റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഈ ഒരു സമയത്ത് അവർ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് എത്രത്തോളം നമ്മളെ പഞ്ചായത്തിനെയും ഭരണസമിതിനെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അവർ ഫേസ്ബുക്കിലായാലും എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന പോലും തരാതെ അവർ നമ്മളെ അവഹേളിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ വാർഡിൽ പരമാവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ മെമ്പർ ഈ വാർഡിൽ ഒരു വികസന പ്രവർത്തനം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ വാർഡിൽ CPMൻ്റെ മെമ്പർ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്കൊക്കെ 23 വാർഡിലും ഒരേപോലത്തെ ഫണ്ട് കൊടുത്തിരുന്ന സമയത്തും ഈ 23-ാം വാർഡിലെ CPMൻ്റെ മെമ്പർക്കും നമ്മൾ ഫണ്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഒരൊറ്റ ഫണ്ട് പോലും ഇവിടെ ചെലവഴിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് CPM മറുപടി പറയേണ്ട ഒരവസ്ഥയാണ്. കുറച്ച് ദിവസങ്ങളായി പറമ്പൻപൂള മേഖലയിൽ റഷീദ് ഫൈസിയുടെ വീടിൻ്റെ മുന്നിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. അത് വാർഡ് മെമ്പർ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതി കൂടിക്കൊണ്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രയാസങ്ങൾ ഇവിടെ തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് ഭരണസമിതിയുടെ തീരുമാനം. അധികം വൈകാതെ തന്നെ ഈ റോഡിൻ്റെ പണി തീരും മുമ്പേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. മെമ്പർ ഇവിടെ ഉള്ള കാലത്തോളം UDF മെമ്പർ ഉള്ള കാലത്ത് നമുക്ക് തിരുവനന്തപുരത്തേക്കോ കളക്ടർ ഓഫീസിലേക്കോ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകേണ്ട ആവശ്യം മെമ്പറോട് പറഞ്ഞാൽ അതിലൊരു പരിഹാരം മെമ്പർ കണ്ടെത്തും. അതൊക്കെ ഒന്ന് സംഭവിക്കും. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.